നിങ്ങൾക്ക് ഓരോ പോയിന്റ്സുകളും വായിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരാനന്ദവും ഒരു സന്തോഷവും ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ പോയിന്റ്സുകളും വായിച്ച് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിലൂടെ അതിനാസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണല്ലോ അല്ലെ. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, നമുക്ക് തുടരാം. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഈ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊരു വഴിയാത്രയിലൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിഫറെന്റ് സാധനങ്ങൾ നമുക്ക് വഴിയോരങ്ങളിൽ നിന്ന് കാണൂലേ. അപ്പൊ ഇങ്ങനെ വഴിയോരങ്ങളിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായ സാധനങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യും, വാങ്ങി വെക്കും. നമുക്കിത് ആവശ്യമുള്ളതാണെന്ന് തോന്നും, എന്നിട്ട് നമ്മൾ അതൊക്കെ വാങ്ങി വെക്കും. പിന്നീട് ശേഷം നമുക്ക് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിനേക്കാളും മനോഹരമായ വേറെ വല്ല സാധനവും കാണും. അപ്പൊ നേരത്തെ വാങ്ങിയതിനെ കുറിച്ചിട്ട് വെറുതെ ഒരു സങ്കടം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ നമുക്ക് അത് വാങ്ങാന്ന് വിചാരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു യാത്രയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഓരോ ദിവസവും ഡിഫറെന്റ് ആയിരിക്കണ അനുഭവങ്ങളായിരിക്കാം ലഭിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. ആണോ? വ്യത്യസ്തമായ അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ടോ? ചുരുങ്ങിയ പേര് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വ്യത്യസ്തമായ അനുഭവങ്ങൾ ലഭിക്കുന്നതും അതിൽ നിന്നുണ്ടാവുന്ന മാനസികമായ സന്തോഷങ്ങളൊക്കെ ഷെയർ ഇട്ടുണ്ട് അല്ലെ. പക്ഷെ എല്ലാവരുടെയും അനുഭവം എനിക്ക് എന്താണെന്ന് അറിയില്ല. ആണോ? എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? വ്യത്യസ്തമായ അനുഭവങ്ങൾ ജസ്റ്റ് ഒന്ന് പറയൂ. ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യും. നോക്കട്ടെ നിങ്ങൾക്കിത് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരും 33 ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എഴുതാറുണ്ടോ? ഓരോ ദിവസം വരുമ്പോൾ പുതിയ ഗ്രാറ്റിറ്റ്യൂഡ് എഴുത്തുമായിട്ടാണോ വരാറുള്ളത്? അതല്ല പഴയതിനെ തന്നെ എടുത്ത് വെച്ച് നോക്കുകയാണ്, എന്താണ് ചെയ്യുന്നുള്ളത്? ഓക്കെ, ഓക്കെ, ഓക്കെ. അങ്ങനെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം ലൈവിൽ തന്നെ ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഇൻഷാ അല്ലാ. ഒരാളെങ്കിലും ക്യാമറ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. 72 ദിവസം എന്നെ കണ്ടിട്ടും എന്റെ മുന്നിൽ ക്യാമറ ഓൺ ആക്കാൻ മാത്രം പേടിയാണോ? ഞാനൊരു ഭീകരജീവിയാണോ? എന്താണ് ക്യാമറ ഓൺ ആക്കാൻ ഒരു മടി? ഇൻഷാ അല്ലാ. നമ്മൾക്ക് ക്യാമറ ഓൺ ആക്കി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചതിന്റെ ഡബിൾ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോ ഇതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തിന്റെ ഡബിൾ റിസൾട്ട് നിങ്ങൾക്ക് ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് കിട്ടും. കാരണം ഇവിടെ നമ്മൾ ഓൺലൈനാണ് ഇരിക്കുന്നത്. ഈ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പോയി ഓഫ്ലൈനിൽ ഇരിക്കുന്ന ഒരു പ്രതിനിധി അല്ല. നമ്മളുടെ ഓഫ്ലൈനിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം നമ്മൾ അതിലേക്കായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് മാറി വീടുമായുള്ള അന്തരീക്ഷങ്ങളൊക്കെ മാറിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഓഫ്ലൈൻ പോയിട്ട് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൺലൈനിൽ ക്യാമറ ഓഫ് ആക്കിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധകൾ മറ്റ് പലതിലേക്കും ആവും. അങ്ങനെ നമ്മുടെ ശ്രദ്ധ മറ്റ് പലതിലേക്കും ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അങ്ങോട്ട് പല വഴിക്കും ചോർന്നു പോകും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, രാവിലെ തന്നെ നിങ്ങൾ കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. വൈഫൈ അല്ലാത്തവർ മൊബൈലിലെ ഡാറ്റ രാവിലെ തന്നെ കുറച്ച് സൂമിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളിലേക്ക് അത് കൂടുതൽ ബെനിഫിറ്റും കൂടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. എന്നെ കൊണ്ട് വിചാരിക്കാൻ പറ്റും.
വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളാണ് ഓൺ ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിലാണ് ഫോണുള്ളത്, നിങ്ങളുടെ അടുത്താണുള്ളത്. അപ്പൊ നിങ്ങളാണ് അത് ഓൺ ചെയ്യേണ്ടത്. ഇൻഷാ അള്ളാ നാളെ മുതൽ മാക്സിമം നിങ്ങൾ ക്യാമറ ഓണിലും കൂടി ഇരിക്കും എന്നുള്ള ഒരു ഇന്റൻഷൻ കൊടുത്തുകൊണ്ട് വരാൻ വേണ്ടി നോക്കാം ഇൻഷാ അള്ളാ. ഇനി ക്യാമറ ഓണാക്കിയാൽ നിങ്ങൾക്ക് നല്ലോണം റേഞ്ച് ഇഷ്യൂ ആണ്, നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഓണാക്കിയിട്ട് തന്നെ വരാൻ നോക്കും. അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ റേഞ്ച് ഇഷ്യൂ ഉണ്ടാവില്ലല്ലോ. എങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ റേഞ്ച് ഇഷ്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് വൺ പറഞ്ഞു വന്നതാണ് നമുക്ക് കിട്ടുന്നതിന്റെ ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ബോധ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ ഇൻഷാ അള്ളാ നമുക്ക് നമ്മുടെ ആ ഒരു ദീർഘയാത്രയിലാണല്ലോ അല്ലെ നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ ഒരു യാത്രയ്ക്കിടയിൽ നമ്മൾ ജസ്റ്റ് വൺ എന്തൊക്കെയോ കൗതുകങ്ങൾ കാണും. ആ കൗതുകങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് മാറി വരും. അപ്പൊ അവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടരുമല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മുടെ യാത്ര നമുക്ക് തുടർന്നു കൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മുടെ യാത്ര അവസാനിക്കാനായിട്ടില്ല. എന്നാൽ ഈ യാത്ര നമുക്ക് അവസാനിക്കൂ? ഇല്ല, ഈ യാത്ര അവസാനിക്കുകയില്ല. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു സൂം അവസാനിച്ചേക്കാം, ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് ലൈവ് അവസാനിച്ചേക്കാം, ഇപ്പോ ചിലപ്പോ നമ്മൾ തന്നെയും അവസാനിച്ചേക്കാം അല്ലെ. പക്ഷേ ഈ ഒരു ജേണി എന്ന് പറയുന്നത് അവസാനിക്കൂ? ഇല്ല, ഇത് ലോകാവസാനം വരെ തുടർന്നു കൊണ്ടിരിക്കാനുള്ള ഒരു യാത്രയായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു ജേണി. അത് നാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അങ്ങനെ വ്യത്യസ്തമായ ആളുകള് വ്യത്യസ്തമായ തലത്തിലൂടെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഇത് പങ്കുവെച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നും കുറച്ചു പേരൊക്കെ ഇത് ആസ്വദിക്കും, കുറച്ചു പേരൊന്നും ഇപ്പോഴും ആ ജീവിതത്തിന്റെ നൂലാമാലകളിൽ കെട്ടിപ്പിടഞ്ഞുകൊണ്ട് ജീവിതം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സത്യത്തിൽ. ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം മനോഹരമായതാണ് അല്ലെ. ജീവിതം എത്രമാത്രം മനോഹരമായതാണ്. പക്ഷെ നമുക്ക് അതിന്റെ ആ ജീവിതത്തിന്റെ മനോഹാരിതയെ മനസ്സിലാക്കാനോ അതിനെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കതിനെ ജീവിതത്തിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റാത്തത്? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് പ്രസന്റിലല്ല, പാസ്റ്റിലാണ്. മാഷാ അല്ലാ. അപ്പോ നമ്മള് എന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെകളിലും നാളെകളിലുമാണ്. ഇന്നിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നത് തന്നെയാണ് നമ്മുടെ ജീവിതം സന്തോഷത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നുള്ളത്. നമുക്കറിയാം, കുട്ടികളെ നോക്കിയാൽ അറിയാം എത്രമാത്രം ആനന്ദത്തിലും എത്രമാത്രം സന്തോഷത്തിലുമാണ് അവർ അവരുടെ ലൈഫ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഒരു കുട്ടി ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ അവർ നടക്കുന്നുണ്ട് അല്ലേ. അവർ എത്ര ഓടുന്നുണ്ട്, അവർ എത്ര ചാടുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ഒരു വിഷമമോ സങ്കടമോ പ്രയാസമോ ഇല്ല. കാരണം കുറച്ചു മുമ്പ് കഴിഞ്ഞതിനെ കുറിച്ചിട്ട് അവർ ഓർക്കുന്നില്ല. ഇനി കുറച്ച് സമയം അങ്ങോട്ട് പോയാൽ എന്ത് എന്നുള്ളതും അവരെ കുറിച്ചിട്ട് ഓർക്കുന്നില്ല. കുട്ടികൾ ജീവിക്കുന്നത് പ്രസന്റിലാണ്. അപ്പൊ ഈ കുഞ്ഞു മക്കൾ പ്രസന്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞു മക്കൾ എന്നും ഹാപ്പി ആയിക്കൊണ്ടാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ചിന്താതലത്തിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ബ്രെയിനിലൂടെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവിലേക്ക് എത്തുകയും ചിന്താതലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കാണ്, നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലെ. ഇനിയിപ്പോ നാളെ എന്താവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ചിന്തകൾക്കും ഇടയിൽപ്പെട്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ നമ്മൾക്ക് ജീവിക്കാൻ മറന്നു പോവുകയാണ് സത്യത്തിൽ അല്ലെ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. ഇന്ന് ഈ ഒരു നിമിഷത്തെ നമുക്ക് ജീവിക്കാൻ നമുക്ക് മറന്നു പോവുകയാണ്. എങ്ങനെയാണ്? ഇപ്പം പ്രത്യേകിച്ചിട്ടറിയാം, ഇപ്പൊ ഗൾഫ് നാടുകളിൽ നടക്കുന്ന പ്രതിസന്ധികൾ. ഇനി ഇപ്പൊ നടക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഇവിടെ ഇരിക്കട്ടെ. കൊറോണ നമുക്ക് കഴിഞ്ഞു പോയ പ്രതിസന്ധിയാണല്ലോ. നമുക്ക് ആ കൊറോണയിലേക്ക് വരാം. കൊറോണ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഈ കൊറോണ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം എന്നുള്ള ദൂർത്ത് ടെൻഷൻ അടിച്ച് ജീവിച്ച ഒരു കൂട്ടം ആളുകൾ.
ഇനി കൊറോണ അകപ്പെട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവുമോ എന്ന് പേടിച്ചുകൊണ്ട് ജീവിച്ച ഒരു കൂട്ടം ആളുകൾ. ഇത് രണ്ടിനെയും ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. കൊറോണയ്ക്ക് ശേഷമാണല്ലോ നമുക്ക് ഈ ഒരു സൂം കിട്ടിയത്. ആ കൊറോണയെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. ആ കൊറോണ കാലഘട്ടത്തെ ഒരു ഏണിങ്സ് ആക്കി മാറ്റിയ വേറൊരു കൂട്ടം ആളുകൾ. അങ്ങനെയാണെങ്കിൽ ഈ 3 വിഭാഗത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ആരാണ് വിജയിച്ചവർ? കൊറോണ ഉണ്ടോ എന്നുള്ള ഡൗട്ട് അടിച്ച് തളർന്നു മരിച്ചവർ, അവർ മരണപ്പെട്ടു പോയി. ഇനി കൊറോണ വന്നു, എന്റെ ജോലിയൊക്കെ പോയി, എന്റെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയി, എന്റെ ബിസിനസ് ഒക്കെ തകർന്നു എന്ന് വിചാരിച്ചിരുന്നവർ അവരുടെ ബിസിനസ്സിൽ അവരുടെ ജോലിയെ തകർന്ന് 0 ലെവലിലേക്കായി മാറി. ഇനി ഈ കൊറോണ കാലം കഴിഞ്ഞ് ഇനിയിപ്പോ നാളെ എന്താവും എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ആ നിമിഷവും വെറുതെ അങ്ങോട്ട് വേസ്റ്റ് ആക്കി കളഞ്ഞു. എന്നാൽ ഈ ഒരു നിമിഷത്തിലും എനിക്ക് സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികളോ ഈ സൂം എന്ന് പറയുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുകയും നമ്മളെ പോലുള്ള സാധാരണക്കാരിലേക്ക് സൂം ആപ്പിനെ കുറിച്ച് എത്തുകയും നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലിൽ സൂം ആപ്പ് ഉണ്ടാവുകയും പിന്നീട് നമ്മൾ ഓരോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു, അല്ലെ? അപ്പൊ ഏതൊരവസ്ഥയെയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ലൈഫിന്റെ സക്സസ് എന്ന് പറയുന്നുള്ളത്. നമ്മള് ഒരു പഴഞ്ചൊല്ലില്ലേ, എന്താണ്? പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില നോക്കി ചിരിക്കേണ്ട എന്നുള്ളത്, അല്ലെ? അതുപോലെ വേറൊരു പഴഞ്ചൊല്ലുണ്ട്, എന്താണ്? ഒന്ന് ചീഞ്ഞാൽ മാത്രമേ മറ്റൊന്നിന് വള ആവുകയുള്ളൂ എന്ന്. അല്ലെ? നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലേ, പറയാറില്ലേ? ഒന്ന് ചീഞ്ഞഴിഞ്ഞാൽ മാത്രമേ വേറൊന്നിന് വള ആവുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ ഒരു വസ്തു ചീഞ്ഞളിഞ്ഞാൽ വേറൊന്നിന് വള ആവുക എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരർത്ഥത്തിലേക്ക് വരുന്നതിനപ്പുറം നമുക്ക് ഒരു വേദന വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അതിന്റെ അകത്ത് നമുക്ക് വിജയിക്കാനുള്ള എന്തോ ഒരു സംഭവം റബ്ബ് സുബ്ഹാനഹു വ തആല സീക്രട്ടാക്കി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഈ ഒരു പഴഞ്ചൊല്ലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനിരിക്കും. അപ്പൊ ആ തിരിച്ചറിവ് ഉണ്ടായ വ്യക്തികൾ അവർ അവരുടെ സക്സസ് കാണുകയും വിജയിക്കുകയും ചെയ്യും. അവിടെ സ്റ്റക്നെസ് ആയി കിടക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വിത്ത്, ആ ഒരു വിത്തിന്റെ അകത്ത് ആ ഒരു വിത്തിനെ നമുക്ക് ഭൂമിയിൽ കുഴിച്ചിട്ട് ആ ഒരു വിത്ത് പൊട്ടി മുളച്ച് ഒരു കുഞ്ഞി തൈയായി വരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞി തൈയാണ് പിന്നീട് വളർന്ന് വലുതായി വൻ വൃക്ഷങ്ങളായി മാറുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുഞ്ഞു വിത്തിന്റെ അകത്ത് ഈ ഒരു വൃക്ഷമായി വളർന്നു വരാനുള്ള എല്ലാ സാധ്യതകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മിലേക്ക് വരാം. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഇതുവരെ ജീവിച്ചതും ഇനി ജനിക്കാൻ പോകുന്നതും ഇനി ജീവിക്കാൻ പോകുന്നതുമായ സകല മനുഷ്യന്മാരും നമ്മളുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് പോയി നോക്കി, നമുക്കറിയോ നമ്മൾ എപ്പോഴാണ് നമ്മളെ അറിയാൻ വേണ്ടി തുടങ്ങിയത്? നമ്മൾ എപ്പോഴാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത്? നമ്മളുടെ പാരൻസ് നമ്മൾ അറിഞ്ഞപ്പോ നമ്മൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളില്ലേ? അപ്പൊ നമുക്കെല്ലാവർക്കും മക്കളുണ്ട്, അല്ലെ? നമ്മളുടെ മക്കളെ നമ്മൾ അറിയാൻ തുടങ്ങിയത് മുതൽ നമ്മളുടെ മക്കൾ നമ്മളെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഉമ്മ പ്രസവിച്ച് നമുക്കറിയോ? നമ്മുടെ ഉമ്മാന്റെ പാൽ കുടിച്ചത് നമുക്കറിയോ? നമ്മൾ ആദ്യമായി പിച്ച വെച്ചത് നമുക്കറിയോ? ആ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് എത്ര തവണ വീണിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയോ? ഉം? നമുക്കറിയോ നമ്മളെ കുറിച്ചിട്ട്? ഇല്ല. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് പോലും ഒരറിവില്ല. അപ്പൊ സ്വന്തമായിട്ട് ഒരറിവും ഇല്ലാത്ത നമ്മളാണ് നാളെയെ കുറിച്ചിട്ട് എന്താവും എന്നോർത്ത് ആശങ്കയിലും കഴിഞ്ഞതിനെ കുറിച്ചോർത്ത് വ്യസനത്തിലും നിന്നുകൊണ്ട് ഉള്ള സമയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ നമ്മള് എന്നും
ഓരോ സെക്കൻഡുകളിലും ഇന്ന് ഈ നിമിഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെയാണ് ഞാൻ ഏറ്റവും വലിയ ആനന്ദത്തിലുള്ളത് എന്നോർത്തുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും നിക് വിജയനെ കുറിച്ചിട്ട്. കേട്ടിട്ടില്ലേ? യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും നിക് വിജയനെ കുറിച്ചിട്ട്. അദ്ദേഹം കയ്യും കാലും ഒന്നുമില്ലാതെ വെറും ഉടലും തലയും മാത്രമായി ജന്മമെടുത്ത മനുഷ്യൻ അല്ലെ. അദ്ദേഹത്തിന്റെ 10-11 വയസ്സിൽ ജീവിതം നഷ്ടപ്പെടുത്താൻ വേണ്ടി ആത്മഹത്യയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അവരുടെ വാഷ് ടബിലേക്കൊന്ന് ചാടി മരിക്കാൻ നോക്കി എന്ന് പറയപ്പെടുന്നുണ്ട് അല്ലെ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനോട് ചോദിച്ച 1-2 ചോദ്യങ്ങളാണ് ഇന്നും അദ്ദേഹത്തെ ഇവിടെ ജീവിപ്പിച്ചിരിക്കാൻ വേണ്ടി കാരണമായത്. ഞാൻ ചോദിക്കട്ടെ, കയ്യും കാലുമില്ലാത്ത ആ ഒരു മനുഷ്യൻ ഇന്ന് അത്രയും വലിയ സക്സസിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് കുറവ് നൽകിയിട്ടുള്ളത്? സൗന്ദര്യമില്ലേ? കേൾവിശക്തിയില്ലേ? കാഴ്ചശക്തിയില്ലേ? സംസാരശേഷിയില്ലേ? ചിന്താശേഷിയില്ലേ? ഇനി ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത സംഭവങ്ങളാണ് അല്ലെ. നമുക്ക് കാണാൻ പറ്റാന്ന് വെച്ചാൽ എനിക്ക് കാഴ്ചശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് എനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ചിന്താശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയോ? ഇല്ല, അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയോ? ഇല്ല, അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ എനിക്കറിയോ? അത് നിങ്ങൾക്കും അറിയില്ല. ആണോ? അറിയോ? ഇപ്പൊ നാം അനുഭവിക്കുന്ന കേൾവി, രുചി, സ്മെല്ല്, ടച്ചിങ്, ഫീലിംഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് സ്വന്തത്തിനറിയാം എന്നുള്ളതല്ലാതെ മറ്റൊരു വ്യക്തിക്ക് നമ്മളെ കാണുന്ന സമയത്ത് ഇത് അവർക്കറിയോ, അവർക്കിത് മനസ്സിലാവോ എന്നുള്ളത് അറിയില്ല. അറിയോ? ഒരിക്കലും അറിയില്ല. പക്ഷെ മറ്റുള്ളവർ കണ്ടാൽ അറിയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയില്ലേ? എനിക്ക് നടക്കാനും ചാടാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പൊ ഇങ്ങനെ കണ്ടാൽ അറിയുന്നതും കണ്ടാൽ അറിയാത്തതുമായ ഒരുപാട് ഒരുപാട് അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് നിറപ്പിച്ചുകൊണ്ടാണ് നമ്മളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ട ആ ഒരു നിക് വിജയനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ആ വ്യക്തിയെ കണ്ടാൽ നമുക്ക് കണ്ടാൽ അറിയുന്ന എന്ത് അനുഗ്രഹമാണ് ആ വ്യക്തിയിലുള്ളത്? ആ വ്യക്തിക്ക് നടക്കാൻ പറ്റുമോ? ആ വ്യക്തിക്ക് കൈകൊണ്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല, ഇത് രണ്ടും പറ്റില്ല അല്ലെ. പക്ഷെ നമുക്ക് കാണാത്ത ഒരുപാട് കഴിവുകൾ ആ വ്യക്തിക്കുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കഴിവുകൾ ആ വ്യക്തിയുടെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി ജീവിതം കളയണം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് വന്ന 1-2 വാക്കുകളുടെ പുറത്ത് ആ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയി അല്ലെ. അപ്പൊ അവിടെ അദ്ദേഹത്തിനുണ്ടായ ആ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്വയം അറിഞ്ഞുകൊണ്ട്, സ്വയം ആസ്വദിച്ചുകൊണ്ട്, സ്വയം അനുഭവിച്ചുകൊണ്ട് ആ കഴിവുകളെ എല്ലാം കേൾക്കാനുള്ള, മണക്കാനുള്ള, രുചിക്കാനുള്ള, ചിന്തിക്കാനുള്ള, അങ്ങനെ ഓരോ 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 കഴിവുകളെയും സ്വയം തിരിച്ചറിയുകയും ആ കഴിവുകളിൽ വിശ്വസിക്കുകയും ആ കഴിവുകളിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ എന്തായി മാറി? ആ ഒരു വ്യക്തിയും വിജയശ്രീ കൊണ്ട് ആടിയല്ലേ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞത് എല്ലാം ഇല്ലേ? മറ്റുള്ളവർ കാണുന്ന അനുഗ്രഹങ്ങളുണ്ട്, മറ്റുള്ളവർ കാണാത്ത അനുഗ്രഹങ്ങളുണ്ട് അല്ലെ. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടും
നമ്മൾ എവിടേക്കാണ് ഇപ്പോഴും തിരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്? എവിടേക്കാണ് നമ്മൾ ഇപ്പോഴും തികഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്? എവിടേക്കാണ് നമ്മൾ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്? ഇനിയും എന്തെങ്കിലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതുണ്ടോ? ഇനിയും എനിക്ക് എന്തെങ്കിലും ലഭിക്കാത്തതുണ്ടോ? ഇനിയും എനിക്ക് ലഭിച്ചതിൽ നിന്നും കുറഞ്ഞു പോയതുണ്ടോ? അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇന്നലകളിലേക്കും നാളുകളിലേക്കും നോക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സെക്കൻഡുകളിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഓരോ സെക്കൻഡുകളിലും ആ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് പോവാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാരണത്തെ നോക്കിയിട്ട് ആ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ ഓർത്തുകൊണ്ട്, ആ നഷ്ടത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് നാം മുമ്പിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി പറ്റട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈകിപ്പിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും 33 ഗ്രാറ്റിറ്റ്യൂഡ് മറക്കണ്ട. ഒന്നുകിൽ ഇപ്പൊ തന്നെ എഴുതാം, അതല്ലെങ്കിൽ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും എഴുതി വെക്കാം. 33 പോയിന്റുകൾ നാളത്തേക്ക് വരുമ്പോൾ ഒന്ന് എഴുതി വെക്കാം. അത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരു അവയവം തരാണ്, അതിനെ കുറിച്ചിട്ടായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഒരു കാ അവയവത്തെ കുറിച്ച് മാത്രം ഒരുപാട് ഡെപ്ത് യെസ്, എഴുതാനാണോ ആ മിസ്? അതെ അതെ, ഒരു അവയവത്തിനെ കുറിച്ചിട്ട് മാത്രം എഴുതാൻ. അപ്പൊ നാളത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിനെ കുറിച്ചിട്ട് ഒരു 33 അനുഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് വരും. എല്ലാവരും കയ്യെ കുറിച്ചിട്ട്. ബുദ്ധിമുട്ടാവോ നമുക്ക് കയ്യിനെ കുറിച്ച്? കൈകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇങ്ങനെ എഴുതുകയാണോ? ഇങ്ങനെ കൈകൊണ്ട് കൈകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണേ അത് ചെയ്യാൻ പറ്റിയത് അങ്ങനെ അതെ എഴുതാണോ? എഴുതാം. കൈ കൊണ്ട് ചെയ്യാൻ പറ്റിയത് എഴുതാം, കൈന്റെ മൂവ്മെന്റിന് എഴുതാം, കൈ കൊണ്ടുള്ള ഓരോ നമ്മുടെ കൈയിന്റെ ഓരോ ജോയിന്റുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കൈ ഇവിടെ ഒരു ജംഗ്ഷൻ വന്നിട്ടില്ല, നമുക്ക് കൈ അനക്കാൻ പറ്റും, ഇല്ലല്ലോ. ഇനി നമ്മുടെ കയ്യിൽ ഇല്ല. വരുന്ന ഈ ഫിംഗറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 4 ഇങ്ങനെയും ഒരു ഫിംഗർ ഇപ്പർ ഇങ്ങനെയും വെച്ചതല്ല, ഇവിടെ തന്നെ അഞ്ചാമത്തതാണ്. നമുക്കൊരു സാധനം എടുക്കാൻ പറ്റുമോ? ഈ വിരലില്ലാതെ ഇത് മാത്രം നമുക്കൊന്ന് പിടിക്കാൻ പറ്റും, ഇല്ലല്ലോ. ഇല്ല. ഇനി ഈ വിരലിലേക്ക് വരികയാണെങ്കിൽ, ഈ വിരല് ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? അപ്പൊ വിരലിന് ഓരോ ജോയിന്റുകളും അതിനുള്ള ഓരോ അനക്കങ്ങളും. ഇനി ഈ വിരലിന്റെ അറ്റത്ത് നഖം തന്നിട്ടില്ലേ, ഈ നഖം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ വിരലിന് എന്തുണ്ടാവില്ല, ഒരു ബലം ഉണ്ടാവില്ല. നഖം അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഇത് കിട്ടുന്നത്. അപ്പൊ അവിടെ ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ഓരോന്ന് എഴുതാം. ഇനി നമുക്കത് എഴുതാൻ പറ്റിയതിന് എഴുതണമെങ്കിൽ നമുക്ക് ആ പേന എങ്ങനെയൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റണം. അതേപോലെ ഈ 4 വിരലും ഈ 5ഉം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇനി അതിന്റെ കൈയിന്റെ ഉള്ളിലേക്ക് വരാം. നമ്മുടെ കൈയിന്റെ ഉള്ളിൽ എത്രമാത്രം നെർവസ് സിസ്റ്റം ഉണ്ടല്ലേ? അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ബ്ലഡ് തിരിച്ചു പോകാനും ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങോട്ട് വരാനും, സിരകളും ധമനികളും അല്ലെ? അപ്പൊ ആ 2 നെർവ് സിസ്റ്റങ്ങളും നമ്മുടെ ആ കൈകളിലുണ്ട്. ആ നെർവ് സിസ്റ്റങ്ങളിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഫ്ലുവന്റ് ആയി വരുന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്താവുന്നത്. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞത് വെച്ചിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഇനി കണക്ട് ചെയ്തിട്ട് 33 പോയിന്റുകൾ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഇനി നമുക്ക് നമ്മുടെ ഈ കൈ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇല്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ കൈയില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം എടുത്ത് വായിലിടാൻ പറ്റുമോ? ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡ്രസ്സ് മാറാനോ ഒരു ഷോൾ ശരിയാക്കാനോ അങ്ങനെ എന്തിനും, അങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.